കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ക്രൈംബ്രാഞ്ച് എസ്.പി.യായ പി സദാനന്ദൻ വിരമിക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ തന്റേതായ ഒരുപാട് മുദ്രകൾ എഴുതിച്ചേർത്തുകൊണ്ടാണ്. പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ എഴുതിച്ചേർത്തത് അവിസ്മരണീയമായ നേട്ടങ്ങളുടെ പട്ടികയാണ്. കൊടും കുറ്റവാളികളുടെ മനഃശാസ്ത്രവും പെരുമാറ്റ രീതികളും മനഃപ്പാഠമാക്കിയ അദ്ദേഹം ഒരു അധ്യാപകന്റെ നിരീക്ഷണ പാഠവും തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പുലർത്തിയിരുന്നു. കവർച്ച, ഭവനവേദം തുടങ്ങിയ 2000-ഓളം കേസുകൾ കുറ്റവാളികളെ തേടി ഹരിയാനയിലും ഡൽഹിയിലും ആന്ധ്രയിലും മുംബൈയിലും വിദേശത്തും ബംഗ്ലാദേശ് അതിർത്തിയിലും പിന്തുടർന്നു പോയ സദാനന്ദൻ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനെ അനുസ്മരിപ്പിക്കും വിധം കുറ്റവാളികളെ കയ്യോടെ പിടികൂടി മാത്രമേ മടങ്ങി വരാറുള്ളൂ. പ്രതികൾക്ക് പേടി സ്വപ്നമായിരിക്കുമ്പോഴും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് നിയമവശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃകാ അധ്യാപക റോളിലും സദാനന്ദൻ തിളങ്ങി. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തിയാൽ അതിലെ പ്രതികൾ ഏതു നാട്ടുകാരനാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കണ്ണൂർ പോലീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സദാനന്ദന്റെ പേര് കേരള പോലീസിലെങ്ങും തിളങ്ങി നിൽക്കുമ്പോഴാണ് പി സദാനന്ദൻ കാക്കിയൂരുന്നത്. കണ്ണൂരിൽ മാതൃഭൂമി ന്യൂസ് എഡിറ്ററായിരുന്ന വിനോദ് ചന്ദ്രനെയും ഭാര്യയെയും കെട്ടിയിട്ട് വീട് കൊള്ളയടിച്ച കേസ് അദ്ദേഹം അതിവിദഗ്ധമായാണ് തെളിയിച്ചത്. ബംഗ്ലാദേശിലെ ഷിക്കാരി ഗ്രാമത്തിലെ കുറ്റവാളി സംഘമാണ് വിനോദിന്റെ വീട് കവർച്ചയ്ക്ക് പിന്നിലെന്ന് സദാനന്ദൻ തെളിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പൊന്നിയം ബാങ്ക് തുറന്ന് 40 കിലോയോളം സ്വർണവും ലക്ഷങ്ങളും മോഷ്ടിച്ച കേസ് പി സദാനന്ദനാണ് തെളിയിച്ചത്. പല കവർച്ച കേസിലും പിടിച്ചുപറി കേസിലും പുറമെ ദാരുണമായ കൊലപാതകങ്ങളിലും പോലീസ് വഴിമുട്ടി നിന്നപ്പോൾ അവിടെയും സദാനന്ദന്റെ കൂർമ്മബുദ്ധിയാണ് തുണക്കെത്തിയത്. പഴയങ്ങാടിക്കടുത്ത് റേഷനരി വാങ്ങാൻ പോയ റീത്ത എന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത് കാട്ടിൽ തള്ളിയിട്ട് ചവിട്ടിക്കൊന്ന കേസ് സദാനന്ദന്റെ അന്വേഷണ മികവ് കൊണ്ടാണ് തെളിയിക്കപ്പെട്ടത്. വടകരയിലെ സുഹറ, കണ്ണൂരിലെ ജ്യോതിഷ്, തളിപ്പറമ്പിലെ ബാലൻ, വളപട്ടണത്ത് ആന്ധ്ര സ്വദേശിയായ പ്ലൈവുഡ് ജീവനക്കാരന്റെ വധം, ചക്കരക്കല്ലിലെ കൊലപാതകം തുടങ്ങി 7 കൊലക്കേസുകളിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും വാങ്ങിക്കൊടുക്കാൻ സദാനന്ദന് സാധിച്ചിട്ടുണ്ട്. കേരളത്തെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ വധക്കേസ് അന്വേഷണ ടീമിലും സദാനന്ദൻ ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്തെ AKG സെന്ററിന് ബോംബെറിഞ്ഞതും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തകർത്തതും മാസങ്ങൾ നീണ്ട ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ തെളിയിച്ചത് ഇദ്ദേഹം തന്നെയായിരുന്നു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ 12 വർഷം തുടർച്ചയായി സേവനം ചെയ്തുവെന്ന റെക്കോർഡിലും സദാനന്ദൻ ഉടമയാണ്. 4.5 വർഷക്കാലം സർക്കിൾ ഇൻസ്പെക്ടറായും 7.5 വർഷം DYSP ആയും സേവനമനുഷ്ഠിച്ചു. കണ്ണൂർ നഗരത്തിലടക്കം ക്രമസമാധാന പാലനത്തിൽ സദാനന്ദൻ നേതൃത്വം നൽകിയാൽ ഉദ്യോഗസ്ഥർക്ക് ആത്മബലമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ 1500 ബഹുമതികളും അംഗീകാരങ്ങളും ഗുഡ് സർവീസ് എൻട്രികളും സദാനന്ദന്റെ കാക്കിക്കുപ്പായത്തിന് തിളക്കമേറ്റി. കുറ്റവാളികളുടെ പ്രവർത്തന രീതി പഠിക്കുന്ന മോഡ് ഓഫ് ഒപ്പാരൻഡി നന്നായി മനസ്സിലാക്കിയുള്ള ശാസ്ത്രീയ അന്വേഷണവും സദാനന്ദന്റെ മികവിന് തിളക്കമേകി. സൈബർ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് അഗ്രഗണ്യനായ അദ്ദേഹം പോലീസ് ഓഫീസർമാർക്ക് ഈ വിഷയങ്ങളിൽ മാതൃകയാണ്. ISIS-ൽ ചേർന്ന തീവ്രവാദികളെക്കുറിച്ചുള്ള അന്വേഷണവും സദാനന്ദന്റെ മിടുക്കുകൊണ്ടാണ് പുരോഗമിച്ചത്. തുടർന്ന് കേസന്വേഷണം NIA ഏറ്റെടുത്തത് പ്രതികൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. പി സദാനന്ദനെ പോലുള്ള ഒരു ഓഫീസർ പടിയിറങ്ങുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് പോലീസ് സേനയെ വിട്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.